കുറേ ദിവസമായിട്ട് ഞാൻ പറയണു നെയ്യ് കഴിയാറായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ 2 ടിന്നുണ്ടെങ്കിലും അതിൽ ഈ ഒരു ടിന്നിൽ മാത്രമേ ഫുള്ളായിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേലൊരു കാൽഭാഗം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പാലായതുകൊണ്ട് നല്ലപോലെ നെയ്യ് ഉണ്ടാവും അതിൽ. അപ്പോൾ കാച്ചി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നെയ്യ് ഇങ്ങനെ മോളിക്ക് പൊന്തി വരും പാൽപ്പാടയുടെ കൂടെ. അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തേക്ക് എത്തിച്ചത്. ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല ഐസ്ക്രീം കട്ട പിടിച്ചിരിക്കണ പോലെ ആട്ടോ തോന്നി. ഞാൻ എന്നിട്ട് വിചാരിച്ചു, അയ്യോ ഇനിയിപ്പോൾ ഐസ്ക്രീം ആവും. ഇവിടുന്ന് തൊട്ട് നോക്കിയപ്പോൾ ഐസ്ക്രീം അല്ല. എങ്കിലും അത് കാണുമ്പോൾ അങ്ങനെ തോന്നുകയാണ്. ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് കാരണം ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അതൊന്നും മെൽറ്റ് ആവാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് അത് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഊരിപ്പോകുന്നത്. അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ചോറ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ചെറിയൊരു സിമ്മിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ തിളച്ച് മെല്ലെ ആയിക്കോളും. അറിയണ കാര്യമായെങ്കിൽ ഞാൻ ചിലവരോട് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാടി എന്ന് ഇങ്ങനെ ചോദിക്കണവരുണ്ട്. അപ്പോൾ അവരെന്തായാലും ഈ വീഡിയോസ് കാണണവരാ. എന്നാൽ പിന്നെ അവർ കണ്ടോട്ട് ഉപകാരപ്പെട്ടാലും. അങ്ങനെ ഈ ഒരു പരുവത്തിൽ എത്താറാവുമ്പോൾ ഞാൻ പിന്നെ സിമ്മ് മാറ്റി കുറച്ച് സ്പീഡിലിട്ടു കേട്ടോ. അങ്ങനെ ഒരുവിധം ഈ ഒരു നിലയ്ക്ക് എത്തിയപ്പോൾ ഞാൻ ചൂടാറിയപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുകയാണേ. കൈയോട് നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റണ രൂപത്തിലാവുമ്പോഴേ ഞാൻ അരിക്കാറുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളും. അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അതാ നല്ല ഇതായിട്ട് ഫ്രഷ് നെയ്യ് റെഡി ആയിട്ടോ. ചിലർ മഞ്ഞപ്പൊടിയൊക്കെ ഇടണ കാണാം. പക്ഷെ ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. എനിക്കിങ്ങനെ മതി വിചാരിച്ചിട്ട് എന്തിനാ വേറെ ഓരോന്നൊക്കെ ചേർക്കണം. അത് കഴിഞ്ഞത് അവനോടൊന്ന് തൊട്ട് നോക്കി നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി ഈ അരിച്ചെടുക്കണ ഈ ചണ്ടി എന്ന് പറയില്ലേ, ഈ സംഭവം എനിക്ക് എടുത്ത് തിന്നാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ കുറച്ചിങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ. പിന്നെ കൈ കഴുകിയിട്ടില്ല. നമ്മുടെ ഹോം മെയ്ഡ് നെയ്യ് റെഡി. ഇത് എത്രയുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ടിന്ന് നിറച്ച് പാൽപ്പാട എടുത്തപ്പോൾ കിട്ടിയ നെയ്യാണ് കേട്ടോ. എത്രയ്ക്ക് കിട്ടും. അതായത് ഞാൻ കുറേ നാൾ ഉപയോഗിക്കും കേട്ടോ. കുറേ നാൾ ഉപയോഗിക്കും ഇത്രയാണെങ്കിലും. ഇത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്നോളും. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇഷ്ടപ്പെടണോര് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.